എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഈ ഒരാഴ്ചയിലെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കല്യാണി കോടതിയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വാദിക്കുകയാണ്. അവസാനമായിട്ട് അവള് ജഡ്ജിയമ്മയുടെ അടുത്തൊരു കാര്യവും പറയുന്നുണ്ട്. അതെ, ഞാൻ ഒരുപാട് കാലം സംസാരിക്കാതെ ഇരുന്നിട്ട് എനിക്ക് സംസാരശേഷി തിരികെ ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള തെറ്റുകൾ കണ്ടു കഴിഞ്ഞാലും ഒരു കാരണവശാലും ഒരു പെണ്ണുങ്ങൾക്കെതിരെ നടക്കുന്ന തെറ്റുകൾ കണ്ടാലും എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല മാഡം. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് വിക്രത്തെ തല്ലേണ്ടി വന്നത്. അത് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എൻ്റെ തെറ്റും എൻ്റെ കുറ്റവും എല്ലാം ഞാൻ ഈ കോടതിയിൽ അംഗീകരിക്കുന്നു എന്നും പറഞ്ഞ് അവളാണെങ്കിൽ കോടതി അനുശാസിക്കുന്ന എന്ത് ശിക്ഷയാണെങ്കിലും താൻ ഏറ്റുവാങ്ങിക്കോളാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് തൊഴുകയാണ്. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ വിക്രത്തിന് ടെൻഷനായി. വിക്രമാണെങ്കിൽ ഇതാ ഇപ്പൊ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. കല്യാണിയായിട്ട് തന്നെ പല പല തെളിവുകൾ വിക്രത്തിനെതിരെ ഉള്ളത് കോടതിയിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശരണ്യയുടെ ഭർത്താവിനെ ഈ അവസ്ഥയിലാക്കിയതും ശരണ്യയുടെ വീട്ടിൽ മോഷണം നടത്തിയതും സോണിയെയും സോണിയുടെ ഹസ്ബൻഡിനെയും ഉപദ്രവിച്ച കാര്യങ്ങളും ഒക്കെ എല്ലാം തനിക്കെതിരെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിക്രം ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പ്രകാശനാണെങ്കിലോ ചെറിയ അസ്വസ്ഥതകളൊക്കെ തോന്നുകയാണ്. തൻ്റെ മകൻ്റെ ജീവിതവും തൻ്റെ മകൻ്റെ ഭാവിയും തൻ്റെ കൺമുന്നിൽ നശിച്ചു പോകുമല്ലോ ദൈവമേ എന്ന് ഓർത്ത് ഭയങ്കര സങ്കടത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും വക്കീലിനെ ആണെങ്കിൽ നമ്മുടെ വിക്രം നന്നായിട്ടൊന്ന് നോക്കുന്നുണ്ട്. ഇയാൾ എന്ത് തേങ്ങാക്കൊല വാദിച്ചിട്ടാണോ താൻ ഇപ്പൊ ശിക്ഷിക്കപ്പെടാൻ പോവാണ് എന്നുള്ള ചിന്തയാണ് നമ്മുടെ വിക്രത്തിനുള്ളത്. പ്രകാശനും മറിച്ചൊരു അഭിപ്രായമല്ല. വെറും 3ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള നമ്മുടെ കല്യാണിയാണെങ്കിൽ കസറി നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണിക്ക് അറിയാവുന്ന പോയിന്റുകൾ പോലും ഇത്രയും പ്രാഗൽഭ്യമുള്ള വക്കീലിന് പറയാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമമാണ് നമ്മുടെ പ്രകാശനും വിക്രത്തിനും ഒക്കെ ഉള്ളത്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ കുറച്ച് സമയത്തേക്ക് കോടതി ചെറിയൊരു ഇന്റർവെല് കൊടുക്കുക. ഈ സമയത്താണെങ്കിലോ ആ ഇടവേള സമയത്ത് നമ്മുടെ വിക്രവും അതുപോലെ തന്നെ പ്രകാശനും കൂടി സംസാരിക്കുക. അച്ഛാ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്നാണ് തോന്നുന്നത്. മിക്കവാറും ഞാൻ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയെ കാണുന്നത്. മോനെ, നീ അങ്ങനെ അച്ഛൻ്റെ ചങ്കിൽ തറയ്ക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊന്നും പറയല്ലേടാ. എത്ര വന്നാലും നീ എന്തൊക്കെ തെറ്റ് ചെയ്താലും ജയിലിലേക്ക് വിടണമെന്നുള്ളത് അച്ഛന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിനും അച്ഛനെയും അച്ഛമ്മയും ഒക്കെ ഒരുപാട് ഞാൻ വിഷമിപ്പിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? തെളിവുകളെല്ലാം എനിക്കെതിരെ ആണല്ലോ. കല്യാണി എല്ലാവരെയും വിലക്കെടുത്ത് വെച്ചിരിക്കുക. അവൾക്കാണെങ്കിൽ പണമുണ്ട്, സമ്പാദ്യമുണ്ട്, എല്ലാം കൊണ്ടും അവളിപ്പോൾ ഒരുപാട് ഉയരങ്ങളിലാണ് എന്ന് പറഞ്ഞതും പ്രകാശനാണെന്നെങ്കിൽ ചെന്നങ്ങ് കൊള്ളുകയാണ്. പ്രകാശം പറയാണ്, അത് ശരി തന്നെയാണ്. എൻ്റെ മകനെക്കാട്ടിലും ഒരുപാട് ഉയരത്തിലാണ് അവളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഈ അച്ഛനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചതും, അച്ഛാ ഞാനോ ജയിലിലാണ്, ഇനി അച്ഛനും കൂടി അതുപോലെ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്മമ്മയ്ക്ക് ആരും ഇല്ലാണ്ടായി പോകില്ലെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് നിൽക്കാനൊക്കെ അറിയാടാ, അമ്മയെ നോക്കാൻ കാദംബരി ഉണ്ടാകും എന്നുള്ള കാര്യവും പ്രകാശം പറയുക. പിന്നീട് നമ്മുടെ സോണിയും അതുപോലെ ശരണ്യയും എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ കല്യാണിയുടെ മുഖത്ത് മാത്രം ഒരു ടെൻഷനും ഇല്ല. ഒരു നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കല്യാണി ആ കോടതി മുറിയിൽ ഇരിക്കുന്നത്. കല്യാണി പറയുന്നുണ്ട്, ഇനി ഞാൻ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും കോടതി മുമ്പിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് അംഗീകരിക്കുന്ന എന്ത് ശിക്ഷയാണെങ്കിലും അത് ഞാൻ സ്വീകരിച്ചിരിക്കും. ഒരു മടിയും ഉണ്ടാവില്ല. എൻ്റെ കിരണേട്ടനോട് ഈ കേസ് ഞാൻ ഏറ്റെടുത്ത സമയത്ത് തന്നെ ഇതെല്ലാം വ്യക്തമാക്കിയതാണ് എന്നും പറഞ്ഞ് കല്യാണി തൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിക്കുമ്പോഴത്തേക്കിനും സോണിയാണെങ്കിലോ എന്താകുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ കൈവിട്ട് പോകുമോ കിരണേട്ടാന്ന് ചോദിക്കുമ്പം ഇല്ല, എനിക്ക് പ്രതീക്ഷയുണ്ട്. എൻ്റെ കല്യാണി അവൾ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല നിൽക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് വിജയം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ കിരൺ സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു വിധി വരികയാണ്. അപ്പോൾ പുള്ളിക്കാരി അവിടെ വന്നു ആ ഒരു ചെയറിൽ വന്നിരുന്നതും പറയുകയാണ്, എന്തായാലും നമ്മുടെ കല്യാണി ചെയ്തത് തെറ്റു തന്നെയാണ്. കല്യാണിയുടെ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ കല്യാണി ആ തെറ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ അത് വിക്രത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ആ മേഡം പ്രസ്താവന നടത്തുന്നത്. പെട്ടെന്ന് തന്നെ വിക്രം ചെയ്ത ഓരോ ക്രൈമുകൾക്കും തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ വിക്രത്തിനെതിരെ കേസ് അന്വേഷണം നടത്താനായിട്ടുള്ള കോടതി ഉത്തരവ് വരികയും വിക്രത്തെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാനുള്ള ആ ഒരു ഉത്തരവും കൂടി കൊടുക്കുകയാണ്. ഇത് കേട്ട്
കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണിക്ക് ഒരാശ്വാസമായി. എന്തായാലും കല്യാണി ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെയാണ് സാധിച്ചത്. വിക്രം എന്ന് പറയുന്ന അത്രയും ക്രൂരതകൾ നിറഞ്ഞ ഒരു റിപ്പറൊക്കെ ചെയ്യുന്നത് പോലെ അത്ര കണ്ട് മോഷണം നടത്തിയിട്ട് അവരെ ഉപദ്രവിച്ച് കൊല്ലാനുള്ള ഒരു മനസ്സുള്ള ദുഷ്ടനെ ഇനി ഈ ഭൂമിയിൽ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവൻ ഒരിക്കലും പുറത്ത് നടക്കേണ്ടവനല്ല, ഇവൻ അകത്ത് തന്നെ കിടക്കേണ്ടവനാണ് എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ കല്യാണിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കല്യാണിത തൻ്റെ വിജയത്തിനരികെ എത്തി. അപ്പോൾ കല്യാണിയെ നമ്മുടെ സോണിയും അതുപോലെ ശരണ്യയും ഒക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറയുക, നീ കാരണമാണ് ഇതൊക്കെ സാധിച്ചത്, ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, എന്നാലും എൻ്റെ കല്യാണി നിൻ്റെ ആത്മവിശ്വാസം അതൊന്നുകൊണ്ട് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ കല്യാണിയെ പ്രശംസിക്കുമ്പം കിരൺ ആണെങ്കിൽ തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തുകയാണ്. എന്തായാലും താൻ എങ്ങും തല കുനിക്കേണ്ടി വരില്ല, ഇതുപോലെയുള്ളൊരു ഭാര്യ ഉള്ളത് കൊണ്ട് എന്നും പറഞ്ഞ് കിരൺ തൻ്റെ കല്യാണിയെ ചേർത്ത് നിർത്തുമ്പോഴത്തേക്കും അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കല്യാണിയുടെ ആ ഒരു ധൈര്യത്തിന് ക്ലാപ്പ് ചെയ്യാണ്. അപ്പൊ ഈ സമയം ഈ വിധി കേട്ട് ഏറ്റവും അധികം വിഷമത്തിലായത്, വിക്രത്തെക്കാട്ടിലും സങ്കടത്തിലായത് നമ്മുടെ പ്രകാശൻ തന്നെയാണ്. പ്രകാശന്റെ ചങ്ക് നിലച്ചു പോകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പ്രകാശനാണെങ്കിൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അവളെ ഇനി ഞാൻ വെച്ചേക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും വക്കീലാണെങ്കിൽ പുള്ളിനെ ആശ്വസിപ്പിക്കുകയാണ്. എടോ, താൻ മര്യാദക്ക് വാദിച്ചിരുന്നെങ്കിൽ എൻ്റെ മകൻ ഇന്നിങ്ങനെ ജയിലിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു എന്നും പറഞ്ഞ് വക്കീലിൻ്റെ മെക്കിട്ടും ഒക്കെ പ്രകാശൻ കയറുന്നുണ്ട്. അങ്ങനെ തൻ്റെ പുന്നാര മകനെ കയ്യിൽ കയ്യാമൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന കാഴ്ച, 2-3 പോലീസുകാരും ഒക്കെ ആയിട്ട് വിക്രം വരുന്ന കാഴ്ച കാണുമ്പോൾ പ്രകാശൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. പ്രകാശൻ അത് സഹിക്കാവുന്നതിനപ്പുറത്തെ ഒരു കാഴ്ച തന്നെയായിരുന്നു. ആ കാഴ്ചയും കണ്ട് നമ്മുടെ കിരണും കല്യാണിയും സോണിയും അതുപോലെ ശരണ്യയും ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നതും താൻ ഇങ്ങനെ അപമാനിതനായി നിൽക്കുന്ന ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുമ്പം പ്രകാശനാണെങ്കിൽ പെട്ടെന്ന് ചങ്കിനകത്തൊരു വിമിഷ്ടം ഉണ്ടാകുക. അങ്ങനെ പ്രകാശനാണെങ്കിൽ അറ്റാക്കിൻ്റെ ആരംഭം പോലെ ചങ്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അവിടെ കുഴഞ്ഞു വീഴുന്ന ആ ഒരു സമയത്താണെങ്കിലോ പുള്ളിക്കാരൻ്റെ വക്കീലുണ്ടല്ലോ, കുറച്ച് കാശൊക്കെ വാങ്ങിച്ചതാണ്, അതുകൊണ്ട് തന്നെ ആ വക്കീൽ സഹായത്തിന് എത്തുക. പുള്ളിക്കാരൻ വന്നത് നമ്മുടെ പ്രകാശനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും കല്യാണിയും അതുപോലെ തന്നെ സോണിയും ഒക്കെ ആണെങ്കിലും ഇതെന്താ സംഭവിച്ചതെന്ന് നോക്കി അവിടെ അങ്ങനെ ഒരു കാഴ്ചക്കാരെ പോലെ നിൽക്കുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയും അതുപോലെ തന്നെ ശാരിയും ഒക്കെ ഈ വിവരങ്ങളൊക്കെ അറിയുന്നതാണ്. കോടതിയിൽ പ്രകാശനും മകനും 8 നിലയിൽ പൊട്ടി എന്നുള്ള വാർത്ത മനോഹരനാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ കല്യാണി വെറും 3-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്നാൽ കൂടിയും നല്ല രീതിയിൽ തന്നെ അവൾക്ക് ജീവിക്കാൻ അറിയാം. ജീവിതത്തോട് പടപൊരുതിയാണ് അവൾ ഇതുവരെ എത്തിയത്. നമ്മുടെ കമ്പനിയിലെ ആ ഒരു ക്യാൻറ്റീനിൽ ജോലിക്ക് തുടങ്ങിയിട്ട് അവളിപ്പോൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, അവളെയൊക്കെ വേണം വാഴ്ത്താൻ എന്നൊക്കെ പറഞ്ഞ് മനോഹറാണെങ്കിൽ നമ്മുടെ ബഗാസുരന്റെ മുന്നിലെ കല്യാണിയുടെ പുരാണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഗാസുരനാണെങ്കിലോ കലി പൂണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഈ അച്ഛൻ ഇങ്ങനെ കലി പൂണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് വരികയാണ് സരയു ചോദിക്കുന്നുണ്ട്, അച്ഛന് എന്ത് പറ്റി, ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, അച്ഛന് ഇനി വേറെ വല്ല ബുദ്ധിമുട്ടും തോന്നിയിട്ടാണോ എന്ന് ചോദിക്കുക. അതായത് അവൾ ഉദ്ദേശിക്കുന്നത് അച്ഛന് വീണ്ടും മെന്റൽ ആയോന്ന് തന്നെയാണ്. ശാരിയും ഇത് കണ്ടുവരിക. അപ്പൊ ശാരി ചോദിക്കുന്നുണ്ട്, എന്താ മനുമോനെ പറ്റിയത്? അമ്മേ ഒന്നും പറയണ്ട, പ്രകാശനും മകനും കേസിൽ തോറ്റു, ആ കാര്യമൊക്കെ ഞാൻ അച്ഛനോട് പറയുമായിരുന്നു. അത് കേട്ടിട്ടാണോ ഇങ്ങേർക്ക് ഇത്ര വലിയ വിഷമം വന്നത്? നിങ്ങൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെടുന്നത്? നിങ്ങളുടെ മകനൊന്നും അല്ലല്ലോ വിക്രം, അവൻ ജയിലിൽ കിടക്കാനായിട്ട് അർഹതയുള്ളവൻ തന്നെയാ. പിന്നെ ഞങ്ങൾക്കൊരു സങ്കടം എന്ന് പറഞ്ഞാൽ കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പ്രകാശന് ഞാനൊരു കൊട്ടേഷൻ കൊടുത്തായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബഗാസുരൻ ശാരിയും പ്രകാശനും തമ്മിൽ വെച്ചിട്ടുള്ള ഡീലിന്റെ കാര്യം അറിയുന്നത്. ഇവർ തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കിയ കാര്യമൊന്നും ബഗാസുരൻ ആശുപത്രിയിലായിരുന്നു കൊണ്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, നീ എന്തുദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും, അല്ലാതെ നീ ചെയ്യുന്നത് പോലെ എടുത്തു ചാടല്ലേ എൻ്റെ ശാരി. ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മുൻപും പിമ്പും ഒക്കെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് ബഗാസുരൻ ശാരിയെ വഴക്ക് പറയുമ്പോഴത്തേക്കിനും മനു ആണെങ്കിലോ കല്യാണിയെക്കുറിച്ച് വീണ്ടും വീണ്ടും പുകഴ്ത്തി പറയാണ്. അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരൻ്റെ കൺട്രോൾ പോയി. ആശാനാണെങ്കിലോ, മനു നീ ഇനി ഒരു തവണ കൂടി കല്യാണിയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ എനിക്ക് ശരിക്കും ഭ്രാന്തിളകുന്ന കാഴ്ച നീ കാണേണ്ടി വരുമെന്നും പറഞ്ഞ് അവൻ്റെ നേരെ ചീറിപ്പാഞ്ഞ് വരുമ്പോഴത്തേക്കിനും സരയു പറയുക, അമ്മേ അച്ഛൻ ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട്, വീണ്ടും ആംബുലൻസ് വിളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശാരി പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു നാരങ്ങ വെള്ളം കൂടി ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുക. ഇന്നാൾ അങ്ങനെയാണല്ലോ കൊണ്ടുപോയത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ
കിരണും ഒക്കെ കൂടി ഇതാ വീട്ടിലേക്ക് എത്തിയ പാടെ തന്നെ തൻ്റെ അമ്മയോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പം അമ്മയ്ക്ക് ഒരു വിഷമമൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും എന്തായാലും അവനെ പോലെയുള്ള ഒരുത്തൻ പുറത്ത് നടക്കാൻ ഒരിക്കലും അർഹതയില്ലാത്തവനാണ് എന്നും പറഞ്ഞ് ആ അമ്മ അതിനെയൊക്കെ പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ സേനനും അതുപോലെ രൂപയും ഒക്കെ തൻ്റെ മരുമകളുടെ വിജയമൊക്കെ അറിയുമ്പോഴത്തേക്കിനും അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. കല്യാണി എന്തായാലും ഏറ്റവും നല്ല ഒരു കുട്ടി തന്നെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയാണ്. പിന്നീടാണെങ്കിലോ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന നമ്മുടെ പ്രകാശനെ കാണിക്കുകയാണ്. അപ്പോൾ പ്രകാശന് ചെറിയൊരു അറ്റാക്കിൻ്റെതായിരുന്നു. അതുകൊണ്ട് തക്ക സമയത്ത് എത്തിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ പ്രകാശന് ജീവൻ തിരിച്ചു കിട്ടുകയാണ്. ആ ആശുപത്രി കിടക്കയിൽ കിടന്നിട്ടും അങ്ങേരുടെ അഹങ്കാരത്തിന് ഒരു തരി പോലും കുറവ് വന്നിട്ടില്ല കേട്ടോ. പുള്ളിക്കാരനാണെങ്കിലും പഴയ ആ ഒരു പ്രൗഢിയിൽ തന്നെ കിടക്കുക. സഹായത്തിനാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അപ്പം ഒരു രക്തിയും പരഗതി ഇല്ലാണ്ട് അങ്ങനെ കിടക്കുമ്പോഴത്തേക്കിനും കാദംബരിക്കാണെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കാദംബരി ആശുപത്രിയിലേക്ക് വരുമ്പോൾ കല്യാണിയെ വിവരങ്ങൾ അറിയിക്കുകയാണ്. അപ്പം കല്യാണിയും അതുപോലെ തന്നെ സോണിയും കൂടി ആശുപത്രിയിൽ കിടക്കുന്ന പ്രകാശനെ കാണാൻ വരുമ്പോൾ പ്രകാശനാണെങ്കിൽ ഈ മക്കൾക്ക് നേരെ മുഖം തിരിക്കുകയാണ്. കാദംബരിയോട് വലിയ ദേഷ്യങ്ങളില്ലെങ്കിലും കാദംബരി ഉൾപ്പെടെ ആ സമയം അയാൾ വിമർശിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കാദംബരി മറുപടിയും പറയുന്നുണ്ട്. അച്ഛൻ ഒരുപാട് കാലം ഞങ്ങളെയൊക്കെ തഴഞ്ഞല്ലേ ജീവിച്ചിരുന്നത്, അച്ഛൻ്റെ വിക്രമാദിത്യൻ്റെ കൂടെ. എന്നിട്ടിപ്പോൾ വിക്രമാദിത്യൻ എവിടെയാണ് കിടക്കുന്നത്? അവൻ കിടക്കുന്ന സ്ഥലം അച്ഛൻ അറിയാലോ എന്ന് പറയുമ്പോൾ സോണിയും പറയുന്നുണ്ട്, നിങ്ങൾ ഇനി സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ പെൺമക്കളെ തന്നെയാണ്. വയസ്സാം കാലത്ത് വെള്ളം തരണമെങ്കിൽ അവളുമാർ തന്നെ വേണമെന്നും പറഞ്ഞ് സോണി പറയുമ്പോഴത്തേക്കിനും പ്രകാശന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പ്രകാശനാണെങ്കിലോ ദേഷ്യപ്പെടുക. അതെ, ഞാൻ നിങ്ങളുടെ ആരുടെയും ഒരു സഹായം സ്വീകരിക്കുന്നില്ല, ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് ഇറങ്ങിപ്പോകാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും കല്യാണി പറയുക, ഇയാൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും കാണാം, നിങ്ങൾക്ക് ആരുടെ സഹായം വേണ്ടി വരും, ആരായിരിക്കും നിങ്ങൾക്ക് അവസാന കാലത്ത് ഉണ്ടാകുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാമെന്നും പറഞ്ഞ കല്യാണി പ്രകാശനെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇനി വരുന്ന ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലുള്ളത്. എന്തായാലും നമ്മുടെ ബഗാസുരനും അതുപോലെ തന്നെ ശാരിയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ പ്രകാശനെ സഹായിക്കാനായിട്ട്. അപ്പം അതൊക്കെയാണ് ഇനി വരുന്ന വിശേഷത്തിലുള്ളത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്